അമ്മേ അമ്മേ എന്ത്? അമ്മേ കുറച്ച് സാധനം മേടിക്കാണ്ടായിരുന്നു അമ്മ. എന്ത് സാധനം? 2-3 ബക്കറ്റ്, അതുപോലെ തന്നെ ഹാങ്ങേഴ്സ്, ഒരു അയൺ ബോക്സ്. അത് ഉറപ്പടാ. അമ്മ കുറച്ച് കർട്ടൻ കൂടി വാങ്ങാനിട്ടുണ്ട് അമ്മ. ഇവിടുത്തെ ഫുള്ള് പഴയതായി, ഫുള്ള് ചെളി പിടിച്ചു, പുതിയത് വാങ്ങണം. ആണോ? ഇതൊക്കെ പിന്നെ മേടിക്കാവുന്ന കാര്യമാണ്, പിന്നെ മേടിച്ചോളാം. ഇല്ല, പിന്നത്തേക്ക് പറ്റില്ല, എനിക്ക് ഇന്നാണ് അത്യാവശ്യമാണെങ്കിൽ നീ തന്നെ വാങ്ങിക്കും. എന്നാ കാശ് ഞാൻ പോയി മേടിക്കാം. എന്റെ ഈ കാശുണ്ടെ ഞാൻ വാങ്ങിക്കുമല്ലോ, പിന്നെ മേടിക്കാന്ന് പറയില്ലല്ലോ. എത്തിയാ? അയ്യോ, ഒരു വിധത്തിൽ രക്ഷപ്പെട്ടെങ്കിൽ എത്തി. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് എത്തിയെന്നാ? നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. എന്താ പറ്റാനടാ? എടാ, വൃശ്ചയത്തിന് ശനിക്ക് ഉണ്ടായാലടാ. ഞാൻ എന്ത് നല്ലത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും അത് ചീത്തായിട്ടേ ഭവിക്കുള്ളൂ. എന്താണ് വല്ല സംസാരം ഉണ്ടായാ നവാസുമായിട്ട്? ആര്? നവാസ് എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ഇത് പോയി നടക്കുമായിരുന്നാ? അവൻ സംസാരിക്കുന്ന സമയത്ത് മുണ്ടൂരല്ല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കാല് പിടിക്കാം എല്ലാവരും. എന്നെ വീട്ടിന് പുറത്ത് വിടരുത്, എന്നെ വീട്ടിന് പുറത്ത് വിടരുത്. എടി, ഒരു ഉറുമിനെ പോലും നോവിക്കാത്ത എനിക്ക് ദേഹത്തിട്ട് ശിക്ഷിക്കണം. എന്നാ ചാച്ച കാര്യം കാര്യം പറയാൻ നീ പരിഹാരം കണ്ടോ? തോടി എടുത്തോ. ദേഷ്യപ്പെടാണ്ട് പറ ബാലു, എന്തിനു വെറുതെ ദേഷ്യപ്പെടണം? ദേഷ്യപ്പെടാനാണ് കാര്യം പറഞ്ഞത്. അപ്പൊ അവർക്ക് മനസ്സിലായ? അതെ, കരയും ചിരിക്കുകയും ദേഷ്യപ്പെട്ട സാധാരണ ഒരു മനുഷ്യനാണ് ഞാൻ, പച്ച മനുഷ്യൻ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇനിയോട്ട് തെറ്റ് ചെയ്യാനും പോടില്ല. എനിക്ക് എല്ലാം കൂടെ വന്ന് തലയിൽ കൂടെ കയറാൻ. അമ്മ അമ്മ എന്തോ പ്രശ്നം ഉണ്ടായിട്ടോ, എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടേ. ഇതേ സംഭവം എന്താന്ന് ഞാൻ പറയാം. അമ്മ, ഇപ്പൊ അച്ഛൻ പണിയുടെ കാര്യത്തിനാണല്ലോ അങ്ങോട്ട് പോയത്. അവിടെ പോയിട്ട് പണിയുടെ ഇടയിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ റേറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. അപ്പൊ നവാസങ്ങൾ കയറി സംസാരിച്ച് കാണത്തില്ല, അച്ഛൻ കയറി സംസാരിച്ച് കുളമായി കാണും, പണി പോയി കാണും. അതായിരിക്കും ഇത്രയും ദേഷ്യം. ഇന്ന് രണ്ടിലും നടന്നിട്ട് തന്നെ ഭാവി കാര്യം. അവനെ ഇന്ന് കയ്യും കാലും വെട്ടി അരിഞ്ഞാണ് കേട്ടോ. ഞങ്ങളുടെ ഏരിയ ഷോ കാണിച്ചിട്ട് വീണ്ടും ഇരിക്കുന്നത്. ഇറങ്ങി വാങ്ങോട്ട്. എന്ത് പ്രശ്നം? അത് ചോദിക്കാൻ നീ ആരാ? ചേട്ടി ഞാൻ വിളിക്കാം. അമ്മ അല്ല ആരാ? എനിക്കറിയില്ല. മറ്റൊന്നുമില്ലടാ, ഞങ്ങൾ ആരാ ശരിക്കും അറിഞ്ഞൂടാ. അല്ല, നിങ്ങളൊക്കെ ശരിക്കും ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ നിനക്ക് വഴിയാ മനസ്സിലാവും. ഞങ്ങൾ നാട്ടുകാർക്കില്ലാതെ ജാടയാണോ വരുത്തമാരാ നിങ്ങൾക്ക്? ഓയെ വിളിച്ചോണ്ടാ അവനെ. ഓടാ. അമ്മയെ വിളിക്കണം. അല്ല, ശരിക്കും ചേട്ടന്മാർ ആരെ തപ്പിയാണ് വന്നത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ പാറമടെ താമസമായിട്ട് കുറെ നാളായല്ലേ. ഞങ്ങൾ എല്ലാം അന്വേഷിച്ചറിഞ്ഞ് നീ എന്റെ കുറെ വാണാലികൾക്ക് വെള്ളം മേടിച്ചു കൊടുത്ത് രാജാവായിരിക്കും. അവൻ നെയ്യാറ്റിൻകര രാജാവായിരിക്കും കേട്ടാ. ഇവിടെ ഞങ്ങളുണ്ട്. കൂടുതൽ ഡയലോഗൊന്നും വേണ്ട കേട്ടാ. അമ്മ, ഇവര് അച്ഛനെയാണ് അന്വേഷിക്കണത് കേട്ടാ. എന്തിനാ നിനക്ക്? എന്താ വേണ്ട നിനക്ക്? വിളിക്കുമ്പോഴേ നിങ്ങളെ മര്യാദ സംസാരിച്ചിട്ട് അടിച്ചിട്ട് ചപ്പക്കുരിയാൻ വിളിക്കാൻ കാര്യം പറയണ്ട. എന്റെ ചേട്ടനും അളിയനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ ചേട്ടനും ഇവന്റെ അളിയനും റോഡിൽ കിടന്ന് വഴക്കട്ടെ. നിങ്ങൾക്ക് എന്താ പെണ്ണുള്ള പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പ്രശ്നമൊക്കെ ഉണ്ട്. നിങ്ങൾ മറ്റാനെ വിളിച്ചിറക്കാൻ. അമ്മ ഇങ്ങോട്ട് വന്ന് അവൻ വീടിന്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. ആ ഒളിച്ചിരിക്കുന്നത് ഞങ്ങളെ അറിയാം. വിളിച്ചിറക്കാവനെ. അവന്റെ പേരെന്തോടാ? കുളത്തറ ബാലനാ. ഇങ്ങോട്ട് ഇവിടെ ആരും ഒളിച്ചിരിക്കണില്ല. എന്ത് വിഷയം ഉണ്ടല്ലോ സോൾവ്. അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കാം. ഇവിടെ മാപ്പൊന്നും പറയണ്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്താ നിന്റെയൊക്കെ പ്രശ്നം? ആരാടി വെച്ചത്? അവരെ പോയി വിളിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ ചേട്ടൻ അനിയനെന്ന് വെച്ചാ? തലയൊറിയാതെ കാര്യം പറഞ്ഞു. എന്റെ അളിയനും ചേട്ടനും കൂടി വെള്ളം അടിക്കും, വഴി കിടന്ന് വഴക്കുണ്ടാക്കും. അത് നാളെ രാവിലെ അവന്മാര് തമ്മില് നീ ഉണ്ടായിരടാ. അവന്റെ അളിയൻ വെള്ളം അടിക്കും, ചേട്ടനായിട്ട് കുത്തി പറയാൻ എന്ത് വേണം പടങ്ങുമല്ല. പിറ്റേ ദിവസം രാവിലെ അവർ ഒരുമിച്ചാവും. തനിക്ക് എന്താണ്? വീട്ടിൽ പോയി വെള്ളം അടിച്ച് വെള്ളം ഉണ്ടാക്കടാ. എടാ, നാട് റോട്ടിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കിയല്ല. എന്നെ പോലെ മാന്യമായ സ്ത്രീകളെ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. ഞാൻ കണ്ടോണ്ട് നിൽക്കൂല. തന്റെ മാന്യതൊക്കെ ഞങ്ങൾക്കറിയാം. താൻ മൊട്ടബാലു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കറിയ കാര്യം കുറെ മാർക്ക് മദ്യം വായിച്ചു കൊടുത്ത കഥയൊക്കെ. താൻ രാജാവായിരിക്കും കുളത്തറയിൽ കേട്ടോ. ഇവിടെ നടക്കൂല പരിപാടി. ഇവിടെ രാജാവേനടാ. തന്റെ കാലം കൈ ഞാൻ വെട്ടി അറിയണ വെട്ടി. ഞാൻ എന്താണ് ചെയ്തത് പറ. അവന്മാർക്ക് നഷ്ടപരിഹാരം വേണം. എടാ, അവന്മാരിപ്പോ എവിടെയാന്ന് ആശുപത്രിയിലാന്ന് പറഞ്ഞില്ലേടാ. ആശുപത്രി പോയത് പിടിച്ച് തള്ളിയപ്പോ ചെന്നു കാനെ വീണ അവന്റെ കയ്യും കാലും ഒടിഞ്ഞു. മാത്രമല്ല ചേട്ടൻ എന്ത് ചെയ്താ അവന്റെ കൈ പിടിച്ച് തിരിച്ചു ഇങ്ങനെ ഓർമ്മയില്ലേ? എടാ, ഞാൻ പിടിച്ച് തള്ളിയില്ല, ഒരൊറ്റ ചവിട്ട് കൊടുത്തു. പക്ഷെ ഞാൻ കാനിൽ ചെന്ന വീണതാണ്. ഞാൻ കാനലോട്ട് തള്ളിയില്ല. താ കാനലോട്ട് തന്നെ തള്ളിയത്. താ കൂടുതൽ ശരി, ഞാൻ പിടിച്ച് തള്ളി.
അവന്റെ കൈയെ പിടിച്ച് തിരിച്ച് കൈ ഒടിഞ്ഞ് സംഭവിച്ച് എത്ര രൂപ വേണം നഷ്ടം പറ? 1 ലക്ഷം. 1 ലക്ഷം രൂപ 1 ലക്ഷം. ഒരു വർഷം കൊണ്ടേ പോവളാ അതൊക്കെ എന്റെ കാല് കൈ വെട്ടി എടുത്തോണ്ട് പോടാ. ഇവിടെ നില്ല് പോവല്ലേ പൈസ എടുത്തോണ്ട് വരാം ആ വേഗം ചെല്ല്. കേട്ടാ. ഇല്ല പൈസ അതിനോട് അച്ഛനല്ലേ ഇവിടെ പൈസ വേണേ? അമ്മ പൈസ വെച്ചിട്ടുണ്ടോ അത്? ആരാലാണ് ഞാൻ കൊടുക്കേണ്ട 1 ലക്ഷം രൂപ? വെടിരാ ചെല് മുന്നോട്ട് കയറി വെടിരാ. എന്തേല് ഏ, ഏ. പോടാ. എന്റെ പൊന്നോ, ഇങ്ങനെ കൊണ്ട് ഒരു സ്വസ്ഥത സമാധാനം കിട്ടില്ലല്ലോ. നിങ്ങൾ ഒരു കാലത്ത് നന്നാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ എല്ലാവരും കൊന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കും ഇവിടെ. രണ്ട് കുടിയന്മാരെ പറഞ്ഞ് നന്നാക്കാൻ നോക്കി എനിക്കാണ് കോടാലിയായത്. എനിക്ക് ആരും നീ നന്നാക്കാൻ പറ്റില്ലടി. നാട്ടുകാരെ നന്നാക്കാനാണ് എനിക്ക് എന്ത് ചെയ്താലും എനിക്കത് കോടാലിയാണടി. എന്റെ രാഹു അതിനെടുത്തിട്ട് തുടങ്ങി അങ്ങനെ ഒരു കള്ളക്കരച്ചില്. അങ്ങനെയെങ്കിലും നടക്കും. പോയിട്ട് 1 മണിക്കൂറായി.